ഹായ് എവ്രി വൺ. നമ്മുടെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി 6th സെമസ്റ്റർ Bcom കുട്ടികൾക്ക്, അതായത് Bcom ഏതെടുത്താലും കോർപ്പറേഷൻ ഫിനാൻസ്, CA ഏതെടുത്ത കുട്ടികൾക്കും കോമൺ ആയിട്ട് വരുന്ന ഒരു പേപ്പറാണ് ഓഡിറ്റിംഗ് ആൻഡ് കോർപ്പറേറ്റ് ഗവേണൻസ് എന്ന് പറയുന്ന പേപ്പർ. അപ്പോൾ അതിലെ MCQ ക്വസ്റ്റ്യൻസിൻ്റെ പാർട്ട് 1 ആണ് ഈ ഒരു വീഡിയോ. നമ്മൾ 2 പാർട്ടായിട്ടാണ് ചെയ്യുന്നത്, കാരണം 200 സംതിങ് ക്വസ്റ്റ്യൻസ് ഉണ്ട്. അപ്പോൾ ഒരൊറ്റ വീഡിയോയിലാവുമ്പോൾ ഒരുപാട് ലെങ്തി ആവും. സോ നമ്മൾ 2 വീഡിയോ ആയിട്ടാണ് ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ പാർട്ട് 1-ലെ ക്വസ്റ്റ്യൻസ് നമുക്ക് നോക്കാം. ഓഡിറ്റിങ്ങിൻ്റെ ഓൾറെഡി നമ്മൾ ചാപ്റ്റേഴ്സ് ഒക്കെ ഡിസ്കസ് ചെയ്തിട്ട് യൂട്യൂബിൽ വീഡിയോ ഇട്ടിട്ടുണ്ട്. പ്ലേലിസ്റ്റിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നുണ്ട്. പ്ലേലിസ്റ്റിൽ തന്നെയാണ് നമ്മൾ ഈ 2 പാർട്ട് 1ഉം 2ഉം ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ അതിൻ്റെ ഇനി എക്സാം ഓറിയൻറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ പേപ്പർ ഡിസ്കഷൻ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നും കൂടി ഇടാം. ഓക്കെ, അപ്പോൾ നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് കിടക്കാം. ഫസ്റ്റത്തെ ചോദ്യം എന്ന് പറയുന്നത്, ആൻ ഓഡിറ്റർ ഈസ് ലൈക്ക് എ വാച്ച് ഡോഗ്. ഒരു ഓഡിറ്റർ ഒരു വാച്ച് ഡോഗിനെ പോലെയാണ് എന്നാണ് പറയുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ടേം ഓഡിറ്റ്. ഓഡിറ്റ് എന്ന് പറയുന്നത് ഒരു ലാറ്റിൻ വേർഡിൽ നിന്ന് ഡിറൈവ് ചെയ്തിരിക്കുന്നതാണ്. അതിൻ്റെ മീനിങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ടു ഹിയർ എന്നുള്ളതാണ് ഒരു ലാറ്റിൻ വേർഡായിട്ടുള്ള ഒരു ഒഡിയോ എന്ന് പറയുന്ന വേർഡിൻ്റെ മീനിങ് ആയിട്ട് വരുന്നത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ വരുന്നത്, ദ പ്രോസസ് ഓഫ് വെരിഫൈങ് ദ ഡോക്യുമെൻ്ററി എവിഡൻസ് ഓഫ് ട്രാൻസാക്ഷൻസ്. നമ്മൾ ഓരോ ട്രാൻസാക്ഷൻസ് ഒരു എവിഡൻസ് ആയിട്ട് നമ്മൾ കീപ്പ് ചെയ്യുമല്ലോ. അപ്പോൾ ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് വൗച്ചിങ് എന്നുള്ളതാണ്. ദെൻ ഓഡിറ്റിംഗ് ഈസ് കമ്പൽസറി. ഏത് കമ്പനീസിനാണ് അല്ലെങ്കിൽ ഏത് സ്ട്രീമിനാണ് ഓഡിറ്റിംഗ് കമ്പൽസറി ആയിട്ടുള്ളത്? ജോയിൻറ്റ് സ്റ്റോക്ക് കമ്പനീസിനാണ് കമ്പൽസറി ആയിട്ടുള്ളത്. ദെൻ മെയിൻ ഒബ്ജക്റ്റ് ഓഫ് എൻ ഓഡിറ്റ്. ഒരു ഓഡിറ്റിൻ്റെ മെയിൻ ഒബ്ജക്റ്റ്, ലക്ഷ്യം എന്ന് പറയുന്നത് ഡിപ്പെൻഡ്സ് ഓൺ ദി ടൈപ്സ് ഓഫ് ഓഡിറ്റ് ആണ്. അതായത് ലക്ഷ്യം എന്ന് പറയുന്നത് ഓരോ ഓഡിറ്റിനും ഓരോ ലക്ഷ്യങ്ങളാണ് വരുന്നത് എന്നാണ് പറയുന്നത് കേട്ടോ. ദെൻ കൺസീൽമെൻറ്റ് ഓഫ് ഷോർട്ടേജ് ബൈ ഡിലേയിങ് ദ റെക്കോർഡിംഗ് ഓഫ് ക്യാഷ് റെസീപ്റ്റ് ഈസ് നോൺ ആസ്. ആ ഒരു പ്രോസസ്സിനെ പറയുന്ന പേര് ലാപ്പിംഗ് എന്നുള്ളതാണ്. ദെൻ ദ ടൈറ്റിൽ ഓഫ് AAS2 ഇഷ്യൂഡ് ബൈ ദ കൗൺസിൽ ഓഫ് ICAI ഈസ് ഒബ്ജക്റ്റീവ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. അപ്പോൾ ആ ഒരു ടൈറ്റിൽ പറയുന്നത് ഒബ്ജക്റ്റീവ്സ് ആൻഡ് സ്കോപ്പ് ഓഫ് ദി ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ലാപ്പിങ്ങിന് പറയുന്ന മറ്റൊരു പേര് ടീമിംഗ് ആൻഡ് ലേഡിംഗ് എന്നുള്ളതാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് ട്രൂ അബൌട്ട് ദ ഒപ്പീനിയൻ ഓൺ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചുള്ള ഒപ്പീനിയനിൽ ശരിയല്ലാത്തത് ഇതിലേതാണ്? ഹി ഈസ് റെസ്പോൺസിബിൾ ഫോർ ഡിറ്റക്ഷൻ ആൻഡ് പ്രിവെൻഷൻ ഓഫ് ഫ്രോഡ് ആൻഡ് എറേഴ്സ് ഇൻ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് എന്നുള്ളതാണ് തെറ്റായിട്ടുള്ളൊരു കാര്യം. അടുത്തത്, a sale of rupees 25,000 to A was entered as a sale to B. എക്ക് കൊടുക്കേണ്ടത് ബിക്കാണ് സെയിൽ പോയിരിക്കുന്നതെന്നാണ് എഴുതി ചേർത്തിരിക്കുന്നത്. അപ്പോൾ ഇത് എന്ത് ടൈപ്പ് ഓഫ് എറർ ആണ്? എറർ ഓഫ് കമ്മീഷൻ ആണ്. അടുത്തത്, ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് ഹാവ് ബീൻ റെക്കോർഡഡ് ക്രെഡിറ്റ് സെയിൽ. അപ്പോൾ ഗുഡ്സ് സെൻഡ് ഓൺ അപ്രൂവൽ ബേസിസ് ക്രെഡിറ്റ് സെയിൽ ആയിട്ടാണ് പോയിരിക്കുന്നത്. അത് എറർ ഓഫ് പ്രിൻസിപ്പിൾ ആയിട്ടാണ് പറയുന്നത്. അടുത്തതിലും ഒരു സ്റ്റേറ്റ്മെൻറ്റിൽ ട്രൂ അല്ലാത്തതുണ്ട്. ആ സ്റ്റേറ്റ്മെൻ്റ് ആണ്, ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം റെഡ്യൂസസ് ദ പോസിബിലിറ്റി ഓഫ് ഒക്യുറൻസ് ഓഫ് എംപ്ലോയി ഫ്രോഡ് ആൻഡ് മാനേജ്മെൻറ്റ് ഫ്രോഡ് എന്നുള്ളതാണ് ഇതിലെ തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ്. അടുത്തത്, ആസ് പെർ AAS4 ഇഫ് ഓഡിറ്റർ ഡിറ്റക്ട്സ് ആൻ എറർ ദെൻ. അതായത് നമ്മുടെ AAS4 പ്രകാരം ഒരു ഓഡിറ്റർ ഒരു എറർ ഡിറ്റക്ട് ചെയ്ത് കഴിഞ്ഞാൽ എന്താണ് ഉണ്ടാവുക എന്ന്. അപ്പോൾ ഇതിൻ്റെ ആൻസർ വരുന്നത് ബോത്ത് B and C എന്നുള്ള ഒരു ഓപ്ഷനാണ് ഇതിൻ്റെ ആൻസർ ആയിട്ട് വരുന്നത് കേട്ടോ. ദെൻ അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ ലിമിറ്റേഷൻ ഓഫ് ഓഡിറ്റ്. ഓഡിറ്റിൻ്റെ ലിമിറ്റേഷൻ അല്ലാത്തത് ഒബ്ജക്റ്റിവിറ്റി ഓഫ് ഓഡിറ്റേഴ്സ് ജഡ്ജ്മെൻ്റ് ആണ്. ദെൻ ഇന്റേണൽ ഓഡിറ്റ് ഈസ് അണ്ടർടേക്കൺ. ഇന്റേണൽ ഓഡിറ്റിംഗ് നടത്തുന്നത് ആരാണ്? ബൈ എ പേഴ്സൺ അപ്പോയിൻറ്റഡ് ബൈ ദ മാനേജ്മെൻറ്റ് തന്നെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുള്ള പേഴ്സൺ ആണ് നടത്തുന്നത്. ദ സ്കോപ്പ് ഓഫ് ഇന്റേണൽ ഓഡിറ്റ് ഡിസൈഡ് ചെയ്യുന്നത് ഗവൺമെൻറ് ആണ്. ഓഡിറ്റ് ഓഫ് ബാങ്ക്സ് ഈസ് എൻ എക്സാമ്പിൾ ഓഫ് ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. ദെൻ കൺകറൻറ്റ് ഓഡിറ്റ് എന്തിൻ്റെ പാർട്ടാണ്? ഇന്റേണൽ ഓഡിറ്റിൻ്റെ പാർട്ടാണ്. ഇൻ ഇന്ത്യ ബാലൻസ് ഷീറ്റ് ഓഡിറ്റ് എന്ന് പറയുന്നത് ആനുവൽ ഓഡിറ്റിൻ്റെ ഒരു സിനോണിം ആയിട്ടാണ് പറയുന്നത് കേട്ടോ. ദെൻ 20ാമത്തെ ചോദ്യം, ഓഡിറ്റ് ഇൻ ഡെപ്ത് സിനോണിമസ് ഫോർ ഡീറ്റെയിൽഡ് ഓഡിറ്റ്. ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് ചാർട്ടേഡ് അക്കൗണ്ടൻസ് ഓഫ് ഇന്ത്യ എസ്റ്റാബ്ലിഷ് ചെയ്ത വർഷം 1949. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ്സ് ഇസ് നോട്ട് ട്രൂ. കണ്ടിന്യൂസ് ഓഡിറ്റിനെ കുറിച്ച് ട്രൂ അല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ ഏതാണ്? ഇറ്റ് ഈസ് നീഡഡ് വെൻ ദ ഓർഗനൈസേഷൻ ഹാസ് എ ഗുഡ് ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം. നല്ലൊരു ഇന്റേണൽ കൺട്രോൾ സിസ്റ്റം ഉള്ളപ്പോഴാണ് കണ്ടിന്യൂസ് ഓഡിറ്റ് നമുക്ക് വേണ്ടത്. ദെൻ ഇന്റേണൽ ചെക്ക് ആരാണ് നടത്തുക? മെമ്പേഴ്സ് ഓഫ് ദി സ്റ്റാഫാണ് ഇന്റേണൽ ചെക്ക് നടത്തുന്നത്. ദെൻ
ഇതിൽ താഴെ കൊടുത്തിരിക്കുന്നതിൽ എറേഴ്സ് ഓഫ് ഒമീഷൻ ഏതാണ്? ടെക്നിക്കൽ എറർ ആണ് എറർ ഓഫ് ഒമീഷൻ ആയിട്ട് ഇതിൽ വരുന്നത്. ദെൻ വിൻഡോ ഡ്രസ്സിംഗ് ഇംപ്ലൈസ്, വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഓവർ വാല്യുവേഷൻ ഓഫ് അസറ്റ്സിനെയാണ് വിൻഡോ ഡ്രസ്സിംഗ് എന്ന് പറയുന്നത്. നെക്സ്റ്റ് ടെസ്റ്റ് ചെക്കിംഗ് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ചെക്കിംഗ് ഓഫ് സെലക്റ്റഡ് നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസ്, കുറച്ച് സെലക്ട് ചെയ്തിട്ടുള്ള നമ്പർ ഓഫ് ട്രാൻസാക്ഷൻസിനെ ചെക്ക് ചെയ്യുന്നതിനെയാണ് ടെസ്റ്റ് ചെക്കിംഗ് എന്ന് പറയുക. Then which of the following statement is not correct about materiality? മെറ്റീരിയാലിറ്റിനെ കുറിച്ച് തെറ്റായിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ഇതിൽ ഏതാണ്? അറ്റ് ദി പ്ലാനിംഗ് സ്റ്റേറ്റ് ദി ഓഡിറ്റർ കൺസിഡേഴ്സ് മെറ്റീരിയാലിറ്റി അറ്റ് ദ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ലെവൽ ഓൺലി എന്നുള്ളതാണ് ഇതിൽ മെറ്റീരിയാലിറ്റിനെ കുറിച്ച് തെറ്റായിട്ടുള്ള ഒരു സ്റ്റേറ്റ്മെന്റ്. Then the audit risks the materiality and dash the audit effort. അപ്പോൾ ഈ ഡാഷിൽ വരുന്നത് ദി ഓഡിറ്റ് റിസ്ക് ലോവർ ദി മെറ്റീരിയാലിറ്റി ആൻഡ് ഹയർ ദി ഓഡിറ്റ് എഫേർട്ട് എന്നുള്ളതാണ് കേട്ടോ. അപ്പോൾ ഓരോ ഡാഷിലും ഫിൽ ചെയ്യേണ്ടതാണ് ലോവർ, ഹയർ, ലോവർ എന്നുള്ളത്. ദെൻ അടുത്തത് വെൻ ഇഷ്യൂയിങ് അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ദ ഓഡിറ്റർ ഹു ഇവാലുവേറ്റ് ദ ഓഡിറ്റ് finding should be satisfied that the estimate of the total likely misstatement is more than materially level. അതായത് ഇപ്പോൾ ഒരു അൺക്വാളിഫൈഡ് ഒപ്പീനിയൻ ഇഷ്യൂ ആവുന്ന സമയത്ത് ഓഡിറ്റർ അതിൻ്റെ ടോട്ടൽ മിസ്സ്റ്റേറ്റ്മെൻറ്റ്സിനെ കുറിച്ചൊന്ന് എസ്റ്റിമേറ്റ് ചെയ്യണം എന്നാണ് ഉദ്ദേശിക്കുന്നത്. അടുത്തത് ഇൻ ഡിറ്റർമൈനിങ് ദ ലെവൽ ഓഫ് മെറ്റീരിയാലിറ്റി ഫോർ എൻ ഓഡിറ്റ് വാട്ട് ഷുഡ് നോട്ട് ബി കൺസിഡേർഡ്? ഏതാണ് കൺസിഡർ ചെയ്യേണ്ടാത്തത്? ദ ഓഡിറ്റേഴ്സ് റെമ്യൂണറേഷൻ ആണ് കൺസിഡർ ചെയ്യേണ്ടാത്തത് കേട്ടോ. അടുത്തത് അനലറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഇഷ്യൂഡ് ഇൻ ദ പ്ലാനിംഗ് സ്റ്റേജ് ഓഫ് എൻ ഓഡിറ്റ് ജനറലി ഓൾ ഓഫ് ദി അബവ് ആണ് ആൻസർ വന്നിരിക്കുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഇസ് മോസ്റ്റ് ക്ലോസ്ലി അസോസിയേറ്റഡ് വിത്ത് അനലറ്റിക്കൽ പ്രൊസീജിയർ അപ്ലൈഡ് അറ്റ് സബ്സ്റ്റാൻറ്റീവ് സ്റ്റേജ്? അപ്പം അനലറ്റിക്കൽ പ്രൊസീജിയർ ആയിട്ട് ഏറ്റവും ക്ലോസ്ലി അസോസിയേറ്റ് ചെയ്ത് നിൽക്കുന്ന സ്റ്റേറ്റ്മെന്റ് ഓപ്ഷൻ ഡി ആണ്. ഇറ്റ് ഹെൽപ്സ് ടു അക്യുമുലേറ്റ് എവിഡൻസ് സപ്പോർട്ടിംഗ് ആൻഡ് വാലിഡിറ്റി ഓഫ് എ സ്പെസിഫിക് അക്കൗണ്ട് ബാലൻസ്. അടുത്തത് ഫോർ ഓൾ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് മെയ്ഡ് ഇൻ അക്കോർഡൻസ് വിത്ത് AAS 14 ദ യൂസ് ഓഫ് അനലറ്റിക്കൽ പ്രൊസീജിയേഴ്സ് ഈസ് അറ്റ് ദ ഡിസ്ക്രിഷൻ ഓഫ് ദി ഓഡിറ്റർ ഇൻ വിച്ച് സ്റ്റേജ് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റിംഗ്. നെക്സ്റ്റ് വൺ വെരിഫിക്കേഷൻ റെഫേഴ്സ് ടു. വെരിഫിക്കേഷൻ എന്ന് പറയുന്നത് എക്സാമിനിങ് ദ ഫിസിക്കൽ എക്സിസ്റ്റൻസ് ആൻഡ് വാല്യുവേഷൻ ഓഫ് അസറ്റ്സിനെയാണ് വെരിഫിക്കേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. സ്റ്റോക്ക് ഷുഡ് ബി വാല്യൂഡ് അറ്റ് കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ഇതിൽ ഏതാണ് ലോവർ അതിലാണ് സ്റ്റോക്ക് വാല്യൂ ചെയ്യേണ്ടത്. ഓഡിറ്റർ ഈസ് നോട്ട് എ വാല്യുവർ എന്ന് പറഞ്ഞത് ആരാണ്? കിങ്സ്റ്റർ കോട്ടൺ മിൽസ് കേസ്. ആരാണെന്നല്ല, ഇന്ത്യയിലാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത് കേട്ടോ. ഓഡിറ്റർ ഇസ് നോട്ട് എ വാല്യുവർ വാസ് സ്റ്റേറ്റഡ് ഇൻ, എന്തിലാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്? കിങ്സ്റ്റൺ കോട്ടൺ മിൽസ് കേസിലാണ് സ്റ്റേറ്റ് ചെയ്തിരിക്കുന്നത്. അങ്ങനെ ആ ഒരു ലൈൻ. ദെൻ ഫ്ലോട്ടിംഗ് അസറ്റ്സ് ആർ വാല്യൂഡ് അറ്റ്. ഫ്ലോട്ടിംഗ് അസറ്റ്സ് എപ്പോഴാണ് വാല്യൂ ചെയ്യേണ്ടത്? കോസ്റ്റ് ഓർ മാർക്കറ്റ് പ്രൈസ് വിച്ച് എവർ ഈസ് ലോവർ. ഇതിൽ ഏതാണ് ലോവർ അപ്പോഴാണ് ഫ്ലോട്ടിംഗ് അസറ്റ്സ് വാല്യൂ ചെയ്യേണ്ടത്. അതിലാണ് ഫ്ലോട്ടിംഗ് അസറ്റ്സ് വാല്യൂ ചെയ്യേണ്ടത്. ദെൻ ഗുഡ്സ് സോൾഡ് ഓൺ ദി ബേസിസ് ഓഫ് സെയിൽസ് ഓർ റിട്ടേൺ ഷുഡ് ബി ഇൻക്ലൂഡഡ് ഇൻ ദ സ്റ്റോക്സ്. അത് സ്റ്റോക്കിലാണ് ഇൻക്ലൂഡ് ചെയ്യേണ്ടത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് വിച്ച് ഇസ് ദ ലീസ്റ്റ് പെർസ്വേസീവ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് എവിഡൻസ്? ഇതിലേതാണ് ലീസ്റ്റ് പെർസ്വേസീവ് ടൈപ്പ് ഓഫ് ഓഡിറ്റ് എവിഡൻസ്? കാർബൺ കോപ്പീസ് ഓഫ് സെയിൽസ് ഇൻവോയ്സ് ഇൻസ്പെക്റ്റഡ് ബൈ ദ ഓഡിറ്റർ ആണ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, which of the following statement is generally correct about the reliability of the audit evidence? അടുത്ത ചോദ്യം 41ാമത്തെ ചോദ്യം. ഇൻ ആൻ ഓഡിറ്റ് ഓഫ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ആർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് ദാറ്റ് ഡാഷ് എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ അതായത് ഒരു ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സിൻ്റെ ഓഡിറ്റൊക്കെ നടത്തുന്ന സമയത്ത് സബ്സ്റ്റാൻറ്റീവ് ടെസ്റ്റ് ആർ ഓഡിറ്റ് പ്രൊസീജിയേഴ്സ് എന്നാണ് പറയുന്നത്. അപ്പോൾ അത് ഏത് സിറ്റുവേഷനിലാണ്? മേ ബി ടെസ്റ്റ് ഓഫ് ട്രാൻസാക്ഷൻസ്, ടെസ്റ്റ് ഓഫ് ബാലൻസ് ആൻഡ് അനലറ്റിക്കൽ പ്രൊസീജിയർ. അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. Then the nature, timing and extent of substantive procedures is related to assessed level of control risk directly. Directly അത് ഒരു റിസ്ക് ലെവലാണ് അവിടെ ഉദ്ദേശിക്കുന്നത്. ഡയറക്ട്ലി എന്നാണ് ആൻസർ വരുന്നത്. വിച്ച് ഓഫ് ദ ഫോളോയിങ് ഫാക്ടേഴ്സ് ഈസ് മോസ്റ്റ് ഇമ്പോർട്ടൻറ്റ്? ഇതിൽ ഏതാണ് ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒന്ന്? ഇൻ ദ കേസ് ഓഫ് ഓഡിറ്റ് എവിഡൻസ് ദ റിലയബിലിറ്റി ഓഫ് ഓഡിറ്റ് എവിഡൻസ് ആണ് ഏറ്റവും റെലവൻ്റ് ആയിട്ടുള്ളത് കേട്ടോ. ദെൻ വെൻ ഈസ് എവിഡൻഷ്യൽ മാറ്റർ ജനറലി കൺസിഡേർഡ് സഫിഷ്യൻറ്റ്? ഏത് സിറ്റുവേഷനിലാണ് എവിഡൻഷ്യൽ മാറ്റർ ജനറലി കൺസിഡേർഡ് ആയിട്ട് മീൻസ് സഫിഷ്യൻ്റ് ആയിട്ട് കൺസിഡർ ചെയ്യപ്പെടുന്നത്? വെൻ ഇറ്റ് ഈസ് ഇനഫ് ടു പ്രൊവൈഡ് എ ബേസിസ് ഫോർ ഗിവിംഗ് റീസണബിൾ അഷ്വറൻസ് റിഗാർഡിംഗ് ദ
ട്രൂത്ത്ഫുൾനെസ്, അതാണ് ആൻസർ ആയിട്ട് വരുന്നത്. 45ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് കൊറോബറേറ്റീവ് എവിഡൻസ്. ഇതിലൊരു കൊറോബറേറ്റീവ് എവിഡൻസ് അല്ലാത്തത് ഏതാണ്? വർക്ക് ഷീറ്റ് സപ്പോർട്ടിംഗ് കൺസോളിഡേറ്റഡ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ദെൻ 46ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് ട്രൂ വിത്ത് റെസ്പെക്ട് ടു മാനേജ്മെൻറ്റ് റെപ്രസെൻറ്റേഷൻസ് ഒബ്റ്റെയിൻഡ് ആസ് പെർ AAS 11. ഇതിലേത് സ്റ്റേറ്റ്മെൻ്റ് ആണ് ട്രൂ അല്ലാത്തത് എന്ന് ചോദിക്കുന്നു. ഇറ്റ് ഷുഡ് ഓൾവേസ് ബി ഇൻ വർക്കിംഗ് എന്നുള്ളതാണ് ട്രൂ അല്ലാത്തത്. Then what would most appropriately describe the risk of incorrect rejection in terms of substantive testing? Answer വരുന്നത്, the auditor concludes that the balance is materially misstated when in actual fact is not. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് എഫക്ട്സ് ദ ഓഡിറ്റ് എഫക്റ്റീവ്നെസ്. ഓഡിറ്റ് എഫക്റ്റീവ്നെസ്സിനെ എഫക്റ്റ് ചെയ്യുന്നത് എയും സിയും, അതായത് റിസ്ക് ഓഫ് ഓവർ റിലയൻസും റിസ്ക് ഓഫ് ഇൻകറക്റ്റ് ആക്സെപ്റ്റൻസും. 49ാമത്തെ ചോദ്യം, വാട്ട് വുഡ് മോസ്റ്റ് എഫക്റ്റീവ്ലി ഡിസ്ക്രൈബ് ദ റിസ്ക് ഓഫ് ഇൻകറക്റ്റ് ആക്സെപ്റ്റൻസ്. ഇൻകറക്റ്റ് ആക്സെപ്റ്റൻസ് എഫക്റ്റീവ്ലി ഡിസ്ക്രൈബ് ചെയ്യുന്നത്, the auditor has ascertained that the balance is materially correct when in actual fact it is not. അടുത്തത്, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഓഡിറ്റ് അഷുറൻസ് സ്റ്റാൻഡേർഡ് ഡീൽസ് വിത്ത് ഓഡിറ്റ് പ്ലാനിങ്. ഓഡിറ്റ് പ്ലാനിങ്ങുമായിട്ട് ഡീൽ ചെയ്യുന്നത് AAS 8 ആണ്. ഓഡിറ്റ് പ്രോഗ്രാം പ്രിപ്പയർ ചെയ്യുന്നത് ഓഡിറ്റർ ആൻഡ് ഹിസ് ഓഡിറ്റ് അസിസ്റ്റൻസ് കൂടിയിട്ടാണ്. ദ വർക്കിംഗ് പേപ്പേഴ്സ് വിച്ച് ഓഡിറ്റർ പ്രിപ്പയർ ഫോർ ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെൻറ്റ്സ് ഓഡിറ്റ് ആർ ഓൺഡ് ബൈ ദി ഓഡിറ്റർ ആണ്. Quality of audit working papers complied on engagement would most be affected by auditors' experience and professional judgment. Which of the following best describe the primary purpose of audit program? Primary purpose, to gather sufficient appropriate evidence ആണ്. Which of the following is not an advantage of preparation of working paper? Preparation of working paper ഒരു advantage അല്ലാത്തത് ഒരു ടു പ്രൊവൈഡ് എ ഗൈഡ് ഫോർ അഡ്വൈസിങ് അനദർ ക്ലൈൻറ്റ് ഓൺ സിമിലർ ഇഷ്യൂ. 56ാമത്തെ ചോദ്യം, ദി ഓഡിറ്റേഴ്സ് പെർമനൻറ്റ് വർക്കിംഗ് പേപ്പർ ഫയൽ ഷുഡ് നോട്ട് നോർമലി ഇൻക്ലൂഡ്. അതിൽ ഇൻക്ലൂഡ് ചെയ്യാത്തത് എക്സ്ട്രാക്ട്സ് ഫ്രം ക്ലൈൻറ്റ്സ് ബാങ്ക് സ്റ്റേറ്റ്മെൻറ്റ്സ് ആണ്. ഫോർ വാട്ട് മിനിമം പീരീഡ് ഷുഡ് ഓഡിറ്റ് വർക്കിംഗ് പേപ്പേഴ്സ് ആർ റിട്ടൈൻഡ് ബൈ ഓഡിറ്റ് ഫേം. ഓഡിറ്റ് ഫേം റിട്ടൈൻ ചെയ്യേണ്ടത് എത്ര കാലയളവിക്കാണെന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഫോർ എ പീരീഡ് ഓഡിറ്റർ ഒപ്പൈൻസ് ദം ടു ബി യൂസ്ഫുൾ ഇൻ സർവീസിങ് ദ ക്ലൈൻറ്റ്. Which of the following factors would least likely affect the quantity and content of an auditor's working paper? Answer, the content of management representation letter ആണ്. 59ാമത്തെ ചോദ്യം, which of the following statement is true regarding an auditor's working paper? Auditor's working paper ആയിട്ട് ട്രൂ ആയിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് they should be considered as the principal support for the auditor's report എന്നുള്ളതാണ്. 60ാമത്തെ ചോദ്യം, which of the following statement best describe the understanding with respect to ownership and custody of working papers prepared by an auditor? അതായത് ഒരു ഓഡിറ്റർ പ്രിപ്പയർ ചെയ്യുന്ന വർക്കിംഗ് പേപ്പേഴ്സ്, അതിൻ്റെ കസ്റ്റഡി, ഓണർഷിപ്പ്, അതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതിൽ സ്റ്റേറ്റ്മെൻറ്റ്സിൽ ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ളത് ഏതാണ്? ആദ്യത്തെയാണ്, ദി വർക്കിംഗ് പേപ്പേഴ്സ് മേ ബി ഒബ്റ്റൈൻഡ് ബൈ തേർഡ് പാർട്ടീസ് വെൻ ദി അപ്പിയർ ടു ബി റെലവൻറ്റ് ടു ഇഷ്യൂസ് റേസ്ഡ് ഇൻ ലിറ്റിഗേഷൻ എന്നുള്ളതാണ് ബെസ്റ്റായിട്ട് ഡിസ്ക്രൈബ് ചെയ്യുന്ന സ്റ്റേറ്റ്മെൻറ്റ്. Next, the current file of the auditor's working paper generally should include a copy of financial statements. Copy of financial statement കൂടി അതിൽ ഇൻക്ലൂഡ് ചെയ്തിട്ടുണ്ടായിരിക്കണം. Knowledge of the entity's business does not help the auditor to reduce the inherent risk. റിസ്ക് കുറയ്ക്കാനായിട്ട് സഹായിക്കില്ല എന്ന് പറയുന്നു. പേയ്മെൻറ്റ് ഫോർ വേജ് ഷുഡ് ബി വൗച്ച്ഡ് വിത്ത് ഹെൽപ്പ് ഓഫ് വേജ് ഷീറ്റ്. വേജ് ഷീറ്റിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ട് വേണം ചെയ്യാനായിട്ട്. പേയ്മെൻറ്റ് ഫോർ ബിൽഡിംഗ് പർച്ചേസ്ഡ് വൗച്ച് ചെയ്യേണ്ടത് ടൈറ്റിൽ ഡീഡിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. പർച്ചേസ് റിട്ടേൺ വൗച്ച് ചെയ്യേണ്ടത് ക്രെഡിറ്റ് നോട്ട്സിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. റെസീപ്റ്റ്സ് ഫ്രം സെയിൽ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് വൗച്ച് ചെയ്യേണ്ടത് ബ്രോക്കേഴ്സ് സോൾഡ് നോട്ടിൻ്റെ ഹെൽപ്പോട് കൂടിയിട്ടാണ്. ഇനി 67ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് എക്സ്പെൻസസ് ഷുഡ് നോട്ട് ബി ട്രീറ്റഡ് ആസ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ. ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ട് ട്രീറ്റ് ചെയ്യേണ്ടാത്തത് ഓപ്ഷൻ സി ആണ്, ലീഗൽ എക്സ്പെൻസസ് ഇൻക്വേർഡ് ടു ഡിഫെൻഡ് എ സ്യൂട്ട് റിലേറ്റഡ് ടു ടൈറ്റിൽ ഓഫ് പാറ്റൻറ്റ് എന്നുള്ളത്. 68ാമത്തെ ചോദ്യം, വിച്ച് ഓഫ് ദ ഫോളോയിങ് ഈസ് നോട്ട് എ റവന്യൂ എക്സ്പെൻസ്. റവന്യൂ എക്സ്പെൻസ് അല്ലാത്തത് കോസ്റ്റ് ഓഫ് ആക്സസറീസ് ഓഫ് മോട്ടോർ വെഹിക്കിൾ സ്പെൻഡ് അറ്റ് ദി ടൈം ഓഫ് പർച്ചേസ് ആണ്. ഡിപ്രീസിയേഷൻ ഡസ് നോട്ട് എറൈസ് ഫ്രം. ഡിപ്രീസിയേഷൻ വരാത്തത് റീമാർക്കറ്റ് എക്സ്പെക്റ്റേഷന് മാത്രമാണ് ഡിപ്രീസിയേഷൻ എറൈസ് ചെയ്യാത്തത്.
Then which of the following schedule of the Companies Act 1956 deals with the depreciation? Depreciation deal in the schedule 14. Schedule 14 പറയുന്നത്. Next question, which schedule 14 has prescribed rates of depreciation for double shift and triple shift working for which one of the following asset? Plant and machinery ക്കാണ് അങ്ങനെ depreciation prescribe ചെയ്യുന്നത്. If the book value of an asset stands at -% of the original cost, 5% of the original cost. A company has bought patent. Which of the following method is most suitable? ഏറ്റവും suitable ആയിട്ടുള്ള മെത്തേഡ് SLM എന്ന് പറയുന്നൊരു മെത്തേഡാണ്. Which of the following is revenue reserve? Revenue reserve ആയിട്ടുള്ളത് debenture redemption reserve ആണ്. Which of the following will not lead to creation of secret reserve? Secret reserve ആയിട്ട് ക്രിയേറ്റ് ചെയ്യാനായിട്ട് നയിക്കാത്തത് ഇതിലേതാണ്? ഗുഡ്സ് ആൻഡ് ഓൺ കൺസൈൻമെൻറ്റ് ബീയിങ് ഷോൺ ആസ് ആക്ച്വൽ സെയിൽസ് ആണ്. Who is responsible for the appointment of statutory auditor of a limited company? ലിമിറ്റഡ് കമ്പനിയിലേക്ക് സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററെ അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ആർക്കാണ് റെസ്പോൺസിബിലിറ്റി ഉള്ളത്? മെമ്പേഴ്സ് ഓഫ് ദി കമ്പനിക്കാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സെക്ഷൻ ഡീൽസ് വിത്ത് ക്വാളിഫിക്കേഷൻ ഓഫ് ദി ഓഡിറ്റർ? ഒരു ഓഡിറ്ററിൻ്റെ ക്വാളിഫിക്കേഷൻ രേഖപ്പെടുത്തുന്നത് സെക്ഷൻ 226 സബ്സെഷൻ 1 ആൻഡ് സെക്ഷൻ 226 സബ്സെഷൻ 2 Which of the following statement is not true? ഇതിൽ ട്രൂ അല്ലാത്തത് മെജോറിറ്റി ഓഫ് ദ പാർട്ട്നേഴ്സ് ഷുഡ് ബി പ്രാക്ടീസിങ് ഇൻ ഇന്ത്യ എന്നുള്ളതാണ്. Then as per the requirements of section 226 subsection 3 and 226 subsection 4, a person is qualified from being appointed as a statutory auditor if he hold security carrying voting rights of the company. അതാണ് ആ സെക്ഷൻസിൽ പറയുന്നത്. Then the board of directors shall appoint the first auditor of the company within 1 month. അതായത് ഒരു കമ്പനി ഇൻകോർപ്പറേഷൻ ആയിട്ട് 1 മാസത്തിനുള്ളിൽ തന്നെ ഫസ്റ്റ് ഓഡിറ്ററിനെ അപ്പോയിൻറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം. The term of the auditorship of first auditor would be from the date of appointment till dash, the conclusion of first annual general meeting. In the case of directions fail to appoint the first auditor, the shareholders shall appoint them at a dash by passing a resolution. General meeting പാസ്സാക്കിയിട്ട് വേണം ചെയ്യാൻ വേണ്ടിയിട്ട്. അടുത്തത് which of the following statement is not true regarding appointment of statutory auditor by the central government? If a company fails to appoint an auditor at a general meeting. ഇതിൽ ശരിയല്ലാത്ത സ്റ്റേറ്റ്മെൻറ്റാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററിനെ സെൻട്രൽ ഗവൺമെൻറ് അപ്പോയിൻറ്റ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് ശരിയല്ലാത്തത്. അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. അടുത്തത് ഇഫ് casual vacancy in the office of auditor arises by his resignation, it should only be filled by the company in a general meeting. അതായത് ഒരു ഓഡിറ്റർ എങ്ങാനും റിസൈൻ ചെയ്ത് പോയിട്ട് വാക്കൻസി ഉണ്ടെങ്കിൽ അത് ഫില്ല് ചെയ്യേണ്ടത് ജനറൽ മീറ്റിംഗിൽ ഡിസ്കസ് ചെയ്തിട്ട് മാത്രമാണ്. For the purpose of section 224 subsection IB, the number of partners of a firm which shall be taken into account would be as on the date of acceptance of the auditor. അടുത്തത് Mr. A chartered account has 19 audits. Out of following audits, which audit should he accept to ensure he doesn't violate provisions of section 224? ആൻഡ് ഇതിൽ ആൻസേഴ്സ് വരുന്നത് ഓൾ ഓഫ് ദം ആണ്. അതായത് 19 ഓഡിറ്റ്സ് ആൾക്ക് ഉണ്ടെന്ന് വിചാരിക്കുക. അപ്പോൾ അതിൽ ഏത് ഓഡിറ്റാണ് ആൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടത് എന്നാണ് ചോദിക്കുന്നത്. ഒരു ഈ സെഷൻ പ്രകാരം ഒരു തരത്തിലും വയലേറ്റ് ചെയ്യാതെ ഏതാണ് ആക്സെപ്റ്റ് ചെയ്യേണ്ടതെന്നാണ് ചോദിക്കുന്നത്. അപ്പോൾ ഇതിലെല്ലാം ആക്സെപ്റ്റ് ചെയ്യണം. ഓഡിറ്റ് ഓഫ് ദി പ്രൈവറ്റ് കമ്പനി, ഫോറിൻ കമ്പനി, ഇന്ത്യൻ കമ്പനിയൊക്കെ ആൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടതായിട്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, വിച്ച് ഓഡിറ്റ് ഔട്ട് ഓഫ് ദി ഫോളോയിങ് വുഡ് നോട്ട് ബി റിഗാർഡഡ് ആസ് വൺ ഓഡിറ്റ് ഫോർ ദി പർപ്പസ് ഓഫ് സെക്ഷൻ 224? ഓഡിറ്റ് ഓഫ് 1 ബ്രാഞ്ച് ഈച്ച് ഓഫ് 2 ഡിഫറെൻറ്റ് കമ്പനീസ് എന്നുള്ളതാണ് ഒരു ഓഡിറ്റായിട്ട് കൺസിഡർ ചെയ്യാത്തത്. ദ ഓഡിറ്റർ ഓഫ് എ ഗവൺമെൻറ് കമ്പനി ഈസ് അപ്പോയിൻറ്റഡ് ബൈ ദ C&AG. ഹിസ് റെമ്യൂണറേഷൻ ഇസ് ഫിക്സഡ് ബൈ ദ ഷെയർ ഹോൾഡേഴ്സ്. റെമ്യൂണറേഷൻ ഫിക്സ് ചെയ്യുന്നത് ഷെയർ ഹോൾഡേഴ്സ് ആയിരിക്കും. നെക്സ്റ്റ്, ദി സെക്ഷൻ വിച്ച് കണ്ടെയ്ൻ പ്രൊവിഷൻസ് റിഗാർഡിംഗ് റെമ്യൂണറേഷൻ ഓഫ് ദി ഓഡിറ്റർ. ഓഡിറ്ററുടെ റെമ്യൂണറേഷനുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു സെക്ഷൻ എന്ന് പറയുന്നത് സെക്ഷൻ 224 ആണ്. അടുത്തത്, ദി ഓഡിറ്ററി ടു റിമൂവ് ദ ഫസ്റ്റ് ഓഡിറ്റർ ബിഫോർ ദ എക്സ്പയറി ഓഫ് ദ ടേം വിത്ത് ദ ഷെയർ ഹോൾഡേഴ്സ് ഇൻ എ ജനറൽ മീറ്റിംഗ്. ഇപ്പോൾ നമ്മൾ ഫസ്റ്റ് ഓഡിറ്ററിനെ റിമൂവ് ചെയ്യേണ്ടതും കാര്യങ്ങളൊക്കെ ജനറൽ മീറ്റിങ്ങിൽ വെച്ചിട്ട് തന്നെയാണ്. വിച്ച് ഓഫ് ദ ഫോളോയിങ് സ്റ്റേറ്റ്മെൻറ്റ് ഇസ് നോട്ട് കറക്റ്റ്? ഇതിൽ കറക്റ്റ് അല്ലാത്തത്, ഫസ്റ്റ് ഓഡിറ്ററിനെ റിമൂവ് ചെയ്യുന്നതുമായി ബന്ധപ്പെട്ട് കറക്റ്റ് അല്ലാത്തത് ദി അപ്രൂവൽ ഓഫ് ദി സെൻട്രൽ ഗവൺമെൻറ് ഈസ് റിക്വയർഡ് എന്നുള്ളതാണ്.
Then the retiring auditor does not have a right to, റിട്ടയർ ചെയ്യുന്ന ഓഡിറ്റർക്ക് സ്പീക്ക് ആസ് എ മെമ്പർ ഓഫ് ദി കമ്പനി, കമ്പനിയുടെ മെമ്പറായിട്ട് സംസാരിക്കാൻ അധികാരം ഉണ്ടായിരിക്കില്ല. Who out of the following cannot be appointed as a statutory auditor of the company, കമ്പനിയുടെ സ്റ്റാറ്റ്യൂട്ടറി ഓഡിറ്ററായിട്ട് അപ്പോയിൻറ്റ് ചെയ്യാൻ അധികാരമില്ലാത്തത് അല്ലെങ്കിൽ അവകാശമില്ലാത്തത് ഇൻറ്റേർണൽ ഓഡിറ്റർക്കാണ്. A statutory auditor has a right of access at all times to books, accounts and vouchers of the company. ക്ക് എപ്പോഴും ആൾക്ക് ആക്സസ് ചെയ്യാൻ അവകാശമുണ്ട്. Then the auditor has a right to B and C, അതായത് ഓപ്ഷൻ ബി obtain the information and explanation from the employeesഉം obtain information and explanation necessary for the purposeനും ആൾക്ക് റൈറ്റ് ഉണ്ട് എന്നാണ് പറയുന്നത്. അപ്പോൾ ഓപ്ഷൻ ബി ആൻഡ് സി. Then the principal auditor, as per clarification issued by the ICAI, does not have any right to inspect the working papers of the branch auditor. Branch auditorന്റെ working papers ഇൻസ്പെക്ട് ചെയ്യാൻ ആൾക്ക് റൈറ്റ് ഇല്ല എന്നാണ് പറയുന്നത്. Under which of the following section auditor has a duty to enquire into 6 specified matters? ഇതിൽ ഏത് സെക്ഷൻ പ്രകാരമാണ് പറയുന്നതെന്നാണ് ചോദിക്കുന്നത്. സെക്ഷൻ 227(4)(a). The auditor has to enquire under section 227 into different aspects related to shares allotted for cash for the purpose of auditor include all of them. ഇതിലെല്ലാം ഇൻക്ലൂഡ് ചെയ്യപ്പെടുന്നുണ്ട്. റൈറ്റ് ടു വിസിറ്റ് ദ ബ്രാഞ്ചസ്, ഇതിൽ ഏത് സെക്ഷനിലാണ് പറയുന്നത്? സെക്ഷൻ 228. Which of the following statement with regard to rules regarding exemptions from branch audit is not true? True അല്ലാത്തത് if a satisfactory arrangement of scrutiny check of the books of accounts of the branch എന്ന് പറയുന്ന ഓപ്ഷനാണ് കേട്ടോ. അപ്പോൾ ഇതാണ് ഇതിൽ 100 ചോദ്യങ്ങൾ വന്നിരിക്കുന്നത്. ബാക്കി ഇനി നമുക്ക് 118 ചോദ്യങ്ങളും കൂടിയാണ് ബാലൻസ് ഉള്ളത്. മൊത്തം 218 അപ്പോൾ അത് നമ്മൾ അടുത്ത പാർട്ടിൽ ഡിസ്കസ് ചെയ്യുന്നതായിരിക്കും. സോ ഇതാണ് നമ്മുടെ ഈ ഒരു ഓഡിറ്റിങ്ങിൻ്റെ ഫസ്റ്റത്തെ പാർട്ടിൽ നമ്മൾ പറയാൻ ഉദ്ദേശിക്കുന്നത് കേട്ടോ. സോ ഓൾ ദി വെരി ബെസ്റ്റ്. താങ്ക് യു.